തേളിൻ്റെ ഫോട്ടോ അയച്ചേക്കുന്നു. ഞാനത് ഇട്ട് കാര്യമാണെന്ന് വിചാരിച്ച് പേടിച്ചതാണ്. തേൾ ഈസ് ഫൈൻ, തേൾ ഈസ് ഫൈൻ. എന്നാലും ഇത് എന്തിനാ തേളിൻ്റെ ഫോട്ടോ അയച്ചേക്കുന്നത്? ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഈ തേളിൻ്റെ ഫോട്ടോ അയച്ച ആളുടെ മെയിൽ നമുക്ക് വായിക്കാം. ഞാൻ ശരിക്കും ഒരു അന്തർമുഖനാണ്. ഇപ്പോൾ ബഹിർമുഖത്വത്തിലേക്കുള്ള പ്രയാണത്തിൽ അന്തർമുഖൻ ആയ ഒരാൾ എന്നും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് അറിയാമെങ്കിലും മരിക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടും ആൾക്കാർ ജീവിക്കുന്ന പോലെ ഈ മെനക്കെട്ട സ്വഭാവം മാറ്റിയെടുക്കാനുള്ള തത്രപ്പാടിലാണ് ഞാൻ. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ആരും കൂട്ടിനില്ലാത്ത പ്രവാസിയെ പോലെ ഒരു ഒറ്റയാനാണ് ഞാൻ. അങ്ങനെയിരിക്കെ എൻ്റെ ഒരു കസിൻ ബ്രദറിൻ്റെ വീട് പണി നടക്കുമ്പോൾ എനിക്ക് കല്ലിനടിയിൽ നിന്നും ഒരു തേളിനെ കിട്ടി. പാവം, അതിൻ്റെ ഒരു കാല് ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കതിനെ കൊല്ലാൻ മനസ്സ് വന്നില്ല. ഞാൻ അതിനെ ഒരു മുട്ടായി ഭരണിയിൽ എടുത്തു വെച്ചു. അതിനെ ശുശ്രൂഷിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ശരീരവും ഞാൻ നോക്കണമല്ലോ. അതുകൊണ്ട് ഒടിഞ്ഞ കാലൊന്നും ഞാൻ ചെയ്യാൻ നിന്നില്ല. എന്നിരുന്നാലും അതൊരു ജീവനല്ലേ, അതിനും വിശപ്പും ദാഹവും ഒക്കെ ഉണ്ടാവില്ലേ. അതുകൊണ്ട് അതിന് കുറച്ച് തീറ്റ കൊടുക്കാൻ തീരുമാനിച്ചു. അമ്മയുടെ തറവാട് വീടിൻ്റെ അടുക്കളയിൽ ഒരുപാട് പാറ്റകളുണ്ടായിരുന്നു. അതിനെ പിടിക്കുമ്പോൾ കയ്യിൽ മൂത്രത്തിൻ്റെ സുഗന്ധം വരുമെങ്കിലും അതൊന്നും കാര്യമാക്കാതെ അതിനെ പിടിച്ച് ഞാൻ എൻ്റെ ഞുക്രുവിന് കൊടുത്തു. തേള്. അവനന്ന് അതിനെ തിന്നില്ല. എൻ്റെ മുന്നിൽ നിന്ന് തിന്നാൻ നാണമായോണ്ടാവും. പിറ്റേന്ന് ചെന്ന് നോക്കിയപ്പോൾ പാറ്റയുടെ ഒരു ചിറക് മാത്രം ബാക്കിയുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് ഒരേ സമയം സങ്കടവും വിഷമവും ഉണ്ടായി. കാരണം ഒന്നിൻ്റെ ജീവൻ കളഞ്ഞിട്ടാണല്ലോ മറ്റേതിന് ജീവൻ നിലനിർത്തിയത്. അങ്ങനെ ഞാൻ ആ ഭരണി തുറന്നു നോക്കി. ഒരുമാതിരി ചീഞ്ഞ നാറ്റമായിരുന്നു. പിന്നെ പണ്ടുള്ള പ്രാന്തന്മാർ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാകൂ എന്ന്. ആ വളത്തിൻ്റെ നാറ്റമായോണ്ട് ഞാൻ കാര്യമാക്കിയില്ല. പിന്നീട് 2 തവണയായി 2 പേര് കൊല്ലാൻ ശ്രമിച്ച സ്ഥലങ്ങളിൽ നിന്നും 2 പേരെ കൂടെ ഞാൻ രക്ഷിച്ചു കൊണ്ടുവന്നു. ബിംബുവും മിച്ചുവും. ഒരുത്തനെ നോക്കി വളർത്തുന്നതിൻ്റെ കൂടെ 2 പേരെയും കൂടെ ആയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കൂട്ടുകാരാരുമില്ലാത്ത എനിക്ക് അങ്ങനെ പുതിയ 3 കൂട്ടുകാരെ കിട്ടി. അനാഥാലയം നടത്തുന്ന ഒരു മനുഷ്യൻ്റെ ഗമമായിരുന്നു എനിക്ക്. Why does this story makes me feel so good? This makes me happy for some reason, I don't know. അവർക്ക് വേണ്ടുന്ന വെള്ളവും വളവും എല്ലാം ഞാൻ സമയത്തിന് കൊടുത്തുകൊണ്ടിരുന്നു. അവരും ഹാപ്പി, ഞാനും ഹാപ്പി. ഒരു ദിവസം നോക്കുമ്പോൾ മുട്ടായി ഭരണിയിൽ 3 എണ്ണം കൂടി പൊരിഞ്ഞതല്ലേ. തലേന്ന് കൊടുത്ത പാറ്റകളെ മൊത്തം ഞുക്രുവിനും ബിംബുവിനും കൊടുക്കാതെ മിച്ചം വയ്ക്കാതെ മിച്ചു മൊത്തം തിന്ന് തീർത്തതിൻ്റെ ബഹളമാണെന്ന് എനിക്ക് തോന്നി. 3ൻ്റെയും വയറ് നോക്കിയപ്പോൾ ആണ് സംഭവം ശരിയാണെന്ന് മനസ്സിലായത്. അവൻ ചെയ്തത് വളരെ മോശമായി പോയി എന്നെനിക്ക് തോന്നി. എല്ലാവരും കൂടി തമ്മിലടിച്ച് തന്നെ തീരുമാനത്തിലെത്തട്ടെ എന്ന് കരുതി ഞാൻ 3നെയും തല്ലുകൂടാൻ സൗകര്യത്തിന് റബ്ബർ ഷീറ്റ് ഉണ്ടാക്കുന്ന ഡിഷിൽ ഇറക്കി വിട്ടു. ഞുക്രുവിൻ്റെ മുട്ടായി കുപ്പിയിലെ ദേഷ്യമൊന്നും ഡിഷിൽ കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ ബിംബു 2ഉം കൽപ്പിച്ചായിരുന്നു. ആ കൂട്ടയടിയിൽ ബിംബു തോറ്റു. റെഫറി നിന്ന ഞുക്രുവിനെ ഞാൻ പിടിച്ച് ഗോതയിലേക്കിട്ടു. മിച്ചുവിൻ്റെ ഒറ്റ ചീറ്റൽ. ഒരുമാതിരി ഹോളിവുഡ് മൂവീസിലെ ജീവികളുടെ ശബ്ദം പോലെ ഞുക്രു ജീവനും കൊണ്ടോടി. ഇതിൽ ഭക്ഷണം ഒറ്റയ്ക്കിരുന്ന് തിന്നവനും കുറ്റക്കാരനാണ്. അത് ചോദ്യം ചെയ്യാൻ ചെന്നിട്ട് പേടിച്ച് മാറി നിന്നവനും കുറ്റക്കാരനാണ്. ചോദ്യം ചെയ്യലിൽ തോറ്റുപോയവന് ജീവിക്കാനുള്ള അവകാശമില്ല. 3നെയും ഞാൻ പിടിച്ച് കുപ്പിയിലിട്ട് കുറച്ച് പെട്രോൾ ഒഴിച്ചു. Why does this story makes me feel so good? ആ പിടിച്ചിലിനിടയിലും ഞങ്ങളെ രക്ഷിക്കണേ എന്നവർ യാചിക്കുന്നത് പോലെ എനിക്ക് തോന്നി. എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഞാനൊരു തീപ്പെട്ടിക്കോളി കത്തിച്ച് ആ കുപ്പിയിലേക്ക് ഇട്ടു. തീ അണഞ്ഞ ശേഷം ആ കത്തിക്കഴിഞ്ഞ ശരീരഭാഗങ്ങൾ ഉറുമ്പുകൾ കയ്യേറുന്നത് ഞാൻ ദയനീയമായി നോക്കി നിന്നു. ജീവിച്ചിരിക്കുമ്പോൾ ഉറുമ്പുകളെ കഴിച്ചവനെ ചത്തപ്പോൾ ഉറുമ്പുകൾ കഴിക്കുന്നു. എത്ര വലിയ മനുഷ്യനും ഏകനായി മരിക്കുന്ന നാളിൽ കഴുകന്മാർ കൊത്തി വലിക്കുന്നതും ബാക്കി പുഴുക്കൾ കയ്യേറുന്നതും പോലെ. ഒരു യെസ് റിപ്ലൈ തരുകയാണെങ്കിൽ തെളിവ് സഹിതം എൻ്റെ ഇത്തരം ആരും അറിയാത്ത കഥകൾ ഞാൻ അയക്കുന്നതായിരിക്കും. താങ്ക് യു. I'm good. Are you guys good? നിങ്ങളുടെ എല്ലാവരുടെയും തെറപ്പിക്ക് ഞാൻ പൈസ തരുന്നതായിരിക്കും. ഹലോ, ഞാൻ അവധിയിലായിരിക്കുമ്പോൾ ഞങ്ങളൊരു ഫാമിലി ടൂർ പോകുന്നു. അതിൽ എൻ്റെ വലിയ കസിൻസും എൻ്റെ ചെറിയ കസിൻസും ഉൾപ്പെടുന്നു.
ഞങ്ങൾ ടൂറിൽ നിന്ന് മടങ്ങുമ്പോൾ ഞാനടക്കം എല്ലാവരും ഉറക്കത്തിലാണ്. ആ സമയത്ത് എൻ്റെ വലിയ കസിൻ എന്നെ ടച്ച് ചെയ്തു. പക്ഷേ ആ സമയത്ത് ഞാൻ ഉണർന്നു. നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു. ഹി ജസ്റ്റ് സെഡ് നത്തിങ്. യഥാർത്ഥത്തിൽ എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ ഇറ്റ്സ് എ ഡ്രീം ഓർ നോട്ട്. ബിക്കോസ് ഓഫ് ദാറ്റ് ഐ ഡിഡ്ന്റ് ടെൽ എനി വൺ. ആഫ്റ്റർ ദാറ്റ് I took my mother's dupatta and I covered my full body. I'm scared. ചേച്ചി പ്ലീസ് റീഡ് മൈ സ്റ്റോറി. അടുത്ത സീക്രട്ട്. ഞാൻ 4th സ്റ്റാൻഡേർഡ് വരെ നന്നായി പാട്ട് പാടുമായിരുന്നു. സ്കൂളിലെ ചില കോമ്പറ്റീഷൻസൊക്കെ പ്രൈസ് കിട്ടിയിട്ടുമുണ്ട്. എൻ്റെ അടുത്തുള്ള ക്ലാസ്സിൽ ഒരു ഗേൾ ഉണ്ടായിരുന്നു. അവൾ എന്നേക്കാൾ നന്നായി പാടുമായിരുന്നു. ഒരു ദിവസം ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് പാടിക്കൊടുക്കുന്നത് അവളും അവളുടെ ഫ്രണ്ട്സും കണ്ടിരുന്നു. ആ ദിവസം ഞാൻ വാഷ്റൂമിൽ പോയി തിരിച്ചു വരുമ്പോൾ അവളും അവളുടെ ഫ്രണ്ട്സും കൂടി എന്നെ കളിയാക്കി. ഇവൻ പാടുന്നത് കേട്ട് എനിക്ക് പേടിയാവുന്നു, ഇവൻ കാരണം എനിക്ക് പ്രൈസ് കിട്ടില്ല എന്നൊക്കെ സർക്കാസ്റ്റിക് ആയി എന്നോട് പറഞ്ഞു. അവരത് വിട്ട് കളഞ്ഞെങ്കിലും എനിക്കത് നല്ല രീതിയിൽ ഹേർട്ടായി. ടു ബി ഹോണസ്റ്റ്, അവളോട് എനിക്ക് ചെറിയൊരു ക്രഷ് കൂടി ഉണ്ടായിരുന്നു. ഇങ്ങനെയല്ല അവൾ പറയുന്നത് കേട്ടപ്പോൾ പാടാനുള്ള എല്ലാ കോൺഫിഡൻസും പോയി. ഈ ഇൻസിഡൻറ്റ് കഴിഞ്ഞ് കുറച്ചായപ്പോൾ സ്കൂളിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ബട്ട് അവൾ അന്ന് പറഞ്ഞ കാര്യങ്ങൾ അപ്പോഴും എൻ്റെ തലയിലുണ്ടായിരുന്നു. കോമ്പറ്റീഷന് നേരത്തെ പേര് കൊടുത്തത് കൊണ്ട് പാടാതിരിക്കാനും പറ്റില്ല. കോൺഫിഡൻസ് ഇല്ലാത്തത് കാരണം എനിക്ക് ഫസ്റ്റ് ലൈൻ മാത്രമേ പാടാൻ പറ്റുള്ളൂ. അടുത്ത ലൈൻ കിട്ടാതായപ്പോൾ ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഓടി. അതിനുശേഷം ഞാൻ എവിടെയും പാടിയിട്ടില്ല. എല്ലാ വർഷവും ക്ലാസ് തുടങ്ങുമ്പോൾ ആർക്കാണ് പാട്ട് പാടാൻ അറിയുന്നത് എന്ന് ടീച്ചേഴ്സ് ചോദിക്കും. ഫ്രണ്ട്സ് എല്ലാവരും എൻ്റെ പേര് പറയും. ബട്ട് ഞാൻ ചുമ്മാ ആണെന്ന് പറഞ്ഞ് പോവില്ല. കുറേ കാലം പാടാത്തത് കൊണ്ട് എനിക്ക് പാടാനുള്ള കഴിവെല്ലാം പോയി. മറ്റുള്ളവർ പാടുന്ന കാണുമ്പോൾ എനിക്ക് അതുപോലെ പാടാൻ പറ്റുന്നില്ല എന്ന് ആലോചിച്ച് കരയാറുണ്ട്. ഇപ്പോൾ ഞാൻ +2 പഠിക്കുന്നത്. എങ്ങനെയെങ്കിലും എൻ്റെ പഴയ കഴിവ് എനിക്ക് പൊടി തട്ടിയെടുക്കണമെന്നുണ്ട്. തനിക്ക് ഈ മെയിൽ വരുന്ന ദിവസം മുതൽ, അല്ലെങ്കിൽ ഞാൻ തനിക്ക് ഇത് അയക്കുന്ന ദിവസം മുതൽ ഞാൻ അതിന് ട്രൈ ചെയ്യാൻ പോവുകയാണ്. ആൻഡ് ഐ ഹോപ്പ് എനിക്ക് പഴയ പോലെ പാടാൻ പറ്റും. വി ഓൾ ഹോപ്പ് നിങ്ങൾക്ക് പഴയതുപോലെ അല്ല, അതിനെക്കാട്ടും ബെറ്റർ, പഴയത് ബാഡാവല്ല ഞാൻ പറഞ്ഞതൊക്കെ, എപ്പോഴത്തേക്കാട്ടും ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് പാടാൻ പറ്റും എന്ന് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നു. യു ആർ സച്ച് എ നൈസ് പേഴ്സൺ ആൻഡ് ഐ നോ യു ക്യാൻ സിങ് ബെറ്റർ. അടുത്ത സീക്രട്ട്. കുറച്ച് കഞ്ഞി എടുക്കട്ടെ ഇവ എനിക്കൊരു രോഗമുണ്ട്. 6 months ട്രീറ്റ്മെൻറ്റ് വേണം. കാലിനായതുകൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ശരിയാവുന്ന രോഗമാണ്. എന്നാലും എനിക്ക് വേണ്ടി താൻ പ്രാർത്ഥിക്കുമോ? പ്രാർത്ഥിച്ച് എനിക്ക് വലിയ സന്തോഷം ആയിരിക്കും. ഇത് യൂട്യൂബിൽ വായിക്കേണ്ട. ഓക്കെ ബൈ. വായിച്ചി. എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെക്കനുണ്ട്. പരിചയപ്പെട്ടു. ക്രഷ് ആണോ അതോ ലവ് ആണോ എന്ന് എനിക്കറിയില്ല. ഒരുത്തനെ നോക്കി വളർത്തുന്നതിൻ്റെ കൂടെ ഹലോ ഇവ മൈ ഫസ്റ്റ് ലവ്. എനിക്കറിയണ്ട. ഐ റിയലി ലൈക്ക് ഹർ നോ. എനിക്കിതൊന്നും വായിക്കണ്ട. സീക്രട്ട് എന്ന് പറയുമ്പോൾ പുറത്ത് ആരോടും പറയാൻ പറ്റാതെ, പറഞ്ഞാൽ ചിലപ്പോൾ പിടിക്കപ്പെടുന്ന അങ്ങനത്തെ അതൊക്കെയാണ് പറയേണ്ടതല്ല. അത് ഞാൻ അവളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു, അവള് എന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. I don't want to know your first love. Nobody wants to know your first love. മടുത്ത്. I cannot read your first love. ഹലോ, ഒരു സിഗരറ്റ് പോലെ. ഓക്കെ, ഇത് ലവ് സ്റ്റോറി അല്ല. ലെറ്റ് മീ റീഡ് ദിസ്. ഞാൻ 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ എനിക്ക് ക്രഷ് ഒന്നും ഉണ്ടായില്ല. ഇതിൻ്റെ എൻഡിങ് ഞാൻ പറഞ്ഞുതരാം. എൻഡിങ് ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം. എന്നാലേ 2 months കഴിഞ്ഞ് അവളെ പ്രപ്പോസ് ചെയ്തു. അവൾ നോ പറഞ്ഞു. പിന്നെയും ഞാൻ അവളെ പ്രപ്പോസ് ചെയ്തു. അവൾ വീണ്ടും നോ പറഞ്ഞു. See, we know the story. We don't want to know. Okay. അടുത്ത സീക്രട്ട്.